Good evening, dear. Good evening. Good evening. Good evening. Good evening, Miss. Good evening. Good evening, Miss. Good evening. How are you all? Good evening. How was your exam? Super. Super exam. Super. ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് പറയുന്ന കേട്ടല്ലോ. ആണോ? നോ, അല്ല ഈസി ആണല്ലേ. അനീറ്റേനെ നോക്കിയേ, റാബിറ്റിന്റെ ചെവിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് ക്ലാസ്സിൽ. നല്ല സുന്ദരിയായിട്ടുണ്ട്. എല്ലാരും മറച്ചു നോക്കുക അനീറ്റേനെ. ഓക്കെ, നമുക്ക് സമയം കളയാനില്ല. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. നല്ല മഴയല്ല, എവിടെ ഉണ്ടോ മഴ? ഇവിടെ നല്ല മഴയാ. നല്ല മഴ. രാവിലെ കാറ്റും മഴയായിരുന്നു. ഇപ്പൊ നല്ല മഴ. ഓക്കെ, പ്രസന്റ് ഇട്ടോളൂ. ഇവിടെ മഴ ഉണ്ടായിരുന്നു. Okay, then take your textbook, take fast. New lesson ആണെന്ന്. പാട് ആർട്ട് 8 ആണല്ലേ. 8 എന്താ നമ്മൾ പറയാ? ആർട്ട്. ബീമാരി കാ ഫിർ ക്യാ കാം. അതിനു മുമ്പായിട്ട് നിങ്ങളെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണോ ഇഷ്ടം, അല്ല പുറത്ത് പോയിട്ട് നമ്മുടെ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഫുഡാണോ ഇഷ്ടം? വീട്ടിലുണ്ടാക്കുന്ന പറഞ്ഞാലും എന്നാലും നിങ്ങൾ ഓക്കെ, കേട്ടു രണ്ടും ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണിയും പൊറോട്ടയല്ലേ? എല്ലാവരുടെ വായിൽ വെള്ളം ഊറി കൊടുക്കും. കള്ളം പറയല്ലേ. പുറത്ത് പോയിട്ട് ഇല്ലേ, റെസ്റ്റോറന്റിൽ കേറാതെ നമ്മള് വിടൂല അല്ലെ? ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. വീട്ടില് അമ്മ ഉണ്ടാക്കിയത് ഒരു ടേസ്റ്റ് ഇല്ല. അതെന്താ ഇഷ്ടമില്ലാത്തത്? നല്ല ടേസ്റ്റ് ആണല്ലോ. എനിക്ക് പുറത്ത് പോയി കഴിക്കുന്ന ഇഷ്ടം. പ്രസന്റ് ഒക്കെ ടൈപ്പ് ചെയ്തോ. എനിക്ക് പുറത്ത് പോയിട്ട് കഴിക്കണം. എനിക്ക് ബിരിയാണി ഒക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. വടയൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. അതുപോലെ മധുരമുള്ള അതെയോ, വീട്ടിലുണ്ടാക്കും അല്ലെ? എന്നാലും പുറത്ത് പോയിട്ട് കാണുമ്പോ ആ ബേക്കറിയിലൊക്കെ കാണുമ്പോ നമുക്കത് വേണം തോന്നാറില്ലേ? ഉണ്ട്. നമ്മള് കുറച്ച് വലിയ ടൗണിലൊക്കെ പോകുമ്പോ അവിടെ ഇങ്ങനെ അടച്ചു വെക്കാത്ത കുറെ പലഹാരങ്ങളൊക്കെ കാണും അല്ലെ? പക്ഷെ അത് കാണാൻ ഭയങ്കര ജിലേബിയും ലഡുവും ഇതൊക്കെ കാണാം അല്ലേ? ഇപ്പൊ പൊടിയൊക്കെ പറയാതെ എന്താണ് ഉറൂസ്, ഉത്സവങ്ങള്, അതുപോലെ പെരുന്നാള്, ഇതൊക്കെ വരുമ്പോ നമുക്ക് ഇങ്ങനെ കുറെ കടകളൊക്കെ കാണാം. അപ്പൊ അവിടെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നതാണ് അല്ലെ? ഹൽവ, ജിലേബി, ലഡു, അങ്ങനെ മധുരമുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം ഊറും. എനിക്ക് ഇപ്പൊ അത് വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്, എനിക്കറിയാം. അത് വാങ്ങിക്കാതെ വീട്ടിലോട്ട് വിടൂല അച്ഛനെ അമ്മേനെ. അങ്ങനെയുള്ളവരുണ്ട്. നമ്മളല്ല കേട്ടോ, അങ്ങനെയുള്ള വേറെ കുട്ടികളെയാ പറഞ്ഞ്. ഇപ്പം ആ കടയിൽ കാണുന്ന ആ സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് എന്നാലും അപ്പനും അമ്മയും വാങ്ങിക്കൊടുക്കോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, എന്തുകൊണ്ടാ വാങ്ങിത്തരാത്ത എന്നുള്ളത്. അപ്പം അച്ഛൻ ഭയങ്കര സാധനമാണ്.
അമ്മ ഭയങ്കര സാധനമാ, അതുകൊണ്ടാ എനിക്ക് വാങ്ങിത്തരാത്ത. അങ്ങനെയല്ലേ പറയാ നമ്മളല്ല, വേറെ കുട്ടികള് അല്ല. അപ്പൊ അതാണ്, തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. എന്താണ്, അതില് ഈച്ചകളും പ്രാണികളും ഒക്കെ വന്നിരിക്കുന്നുണ്ടാവും അല്ലെ, നമുക്ക് അസുഖം പരത്തും. അപ്പൊ നമുക്കറിയാതെ അല്ലെ. അപ്പൊ വേറെ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് പുറത്തുള്ള ഭക്ഷണം തന്നെയാണ് ഇഷ്ടം അല്ലേ? അല്ലാന്ന് പറഞ്ഞാല് ദൈവം പോലും പൊറുക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു പാഠമാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബീമാരി കാ ഫിർ ക്യാ കാം. ബീമാരി മീൻസ് സിക്നെസ്, അസുഖം. അതെയോ? ഓക്കെ, ഞാൻ എന്നപ്പോ ഒന്ന് നിങ്ങളെ മ്യൂട്ട് ചെയ്യാം, അല്ലാതെ ഭയങ്കര സൗണ്ട് ആണല്ലോ അവിടെ. ഇനി പേജ് നമ്പർ 38. 38 അല്ല, 39. ഓക്കെ, ലിസൺ ഹിയർ. बीमारी का फिर क्या काम. ഇവിടെ നോക്കിക്കോ. इस पाठ में यह बताया गया है कि बाहर का खाना साफ सफाई से नहीं बनता. दूषित खाने से हमारा स्वास्थ्य खराब हो जाता है. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ പുറത്തു നിന്ന് കഴിക്കുന്ന ഫുഡ്, അതായത് അടച്ചു മൂടി വെക്കാതെ വിതരണം ചെയ്യുന്ന ഫുഡ് ഒന്നും നമ്മൾ കഴിക്കരുത്. എന്താണ്, അത് കഴിച്ചാൽ നമ്മൾക്ക് എപ്പോഴും അസുഖമായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയോ, നമ്മള് വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം. അത് നല്ല വൃത്തിയുള്ള കൈകൾ കൊണ്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതായിരിക്കണം. അതുപോലെ അടച്ചു വെക്കുന്നതായിരിക്കണം. ഈച്ചകളൊന്നും വീഴാതെ ഉള്ള, അല്ലെങ്കിൽ ഈച്ചകൾ പാറ്റയൊന്നും നക്കാതെയുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. എന്താണ്, വീട്ടിൽ അഥവാ അമ്മ ടേബിളിനകത്ത് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ വരില്ല. ചിലപ്പോ മൊബൈലിൽ കളിയായിരിക്കും, അല്ലെ ടി വി കാണുന്നതോ. അപ്പം എന്തിനാ അമ്മ വേഗം വിളിച്ചിട്ട് ചോറിനാൻ പറയുന്നത്? അവിടെ വെച്ചിരുന്നാല് ഈച്ച വന്ന് അതിന്റെ മുകളിൽ ഇരിക്കും അല്ലെ. അപ്പൊ അത് ഡേർട്ടി ഫുഡ് ആവും. അതുകൊണ്ടാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയുന്നത്. വിളമ്പി വെച്ച് അവിടെ ഇരിക്കരുത്. അതുപോലെ ഫുഡ് കഴിക്കുമ്പോഴും പെട്ടെന്ന് കഴിക്കാൻ നോക്കുക, ചവച്ചരച്ച് കഴിക്കുക. ലിസൺ ഹിയർ. ഏക് തീ റിംചിം. ഏക് തീ റിംചിം. ഹിബ ഫാത്തിമ പോയി അത് കഴിച്ചിട്ട് വാ, അല്ലെങ്കിൽ അതെവിടെ ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വാ. ഗോ ഫാസ്റ്റ്. ക്ലാസ് ടൈമിൽ ഒരാള് ഫുഡ് കഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മൾക്ക് ഒരു പീരീഡേ ഉള്ളൂ, ടൈം കളയാനില്ല. എനിക്ക് കൊതി വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നെ നോക്കിയിട്ടല്ലേ അവര് കഴിച്ചോണ്ടിരിക്കുന്നേ. അവള് കോലുമിഠായി കഴിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ ഇപ്പൊ? എനിക്കറിയാം വരും. ഏക് തീ റിംചിം, എന്റെ ഇഷ്ടപ്പെട്ട മിഠായിയാ കോലുമിഠായി. ഏക് തീ റിംചിം. എന്താണ്, ഒരു ദിവസം. റിംചിം എന്ന് പറഞ്ഞാൽ ആ ഇവിടെ കാണുന്ന ഗേളിനെ കണ്ടോ നിങ്ങള്? ആ ബേബിനെയാണ് റിംചിം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ്. റിംചിം കോ घर का खाना बिल्कुल पसंद नहीं था. फातिमा महरन, don't bite your pencil. रिमचिम को घर का खाना बिल्कुल पसंद नहीं था. നമ്മുടെ ഈ ലിറ്റിൽ ഗേളിന് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡും ഇഷ്ടമല്ല. അവൾ എപ്പോഴും വഴക്കുണ്ടാക്കും. എനിക്ക് ഈ ഫുഡ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. ഏക് ബാർ മീൻസ് വൺ ഡേ, ഒരു ദിവസം. ഘർ കെ ബാഹർ, വീടിന് പുറത്ത്. ചാറ്റ് ബേച്ചനെ വാല ആയ, അതായത് ഒരു ദിവസം. ചാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള ഒരു സാധനമാണ് കേട്ടോ. എന്തോ ഒരു പലഹാരമാണത്. അപ്പൊ ഒരു ദിവസം നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ വരില്ലേ നമ്മുടെ വീടിന്റെ അടുത്തൂടെ ഒക്കെ. ഫുഡൊന്നും ഉണ്ടാവില്ല, എന്നാലും പിന്നെ അതും ഇതും വിൽക്കാനൊക്കെ ആയിട്ട് വരും. എന്തൊക്കെയാണ്? ബെഡ് വിൽക്കാനുണ്ട്, അതുപോലെ പാത്രങ്ങൾ വിൽക്കാൻ വരും, അതുപോലെ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ ഇവിടെ ഈ ചാട്ട് എന്ന് പറഞ്ഞാല് ഒരു രുചിയുള്ള എന്തോ ഒരു ഫുഡാണ് സംഭവം. കാണാൻ ഭംഗിയുള്ള, നമ്മളെ ആകർഷിക്കുന്ന ഒരു ഫുഡാണ് ചാട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ലിറ്റിൽ ഗേളിന്റെ വീടിന്റെ അടുത്തൂടെ
പുറത്തൂടെ ഒരു ചാട്ട് വിൽപ്പനക്കാരൻ വന്നു. चाट देखकर रिमझिम के मुंह में पानी आ गया. മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്കാണോ? നോ. ഹിന്ദിയില് മൂക്ക് എന്ന് പറഞ്ഞാല് നാക്ക്. നാക്ക് എന്ന് പറഞ്ഞാല് ഹിന്ദിയില് മൂക്ക്. എന്താ അല്ലേ? അപ്പൊ ഇവിടെ ഏക് ബാർ ഘർ കെ ബാഹർ ചാട്ട് ദേഖുക. ഈ ചാട്ട് കണ്ടിട്ട് റിംചിം കെ മൂഹമേ പാനി ആകയ. എന്താണ്? അവളുടെ നാക്കില് വെള്ളം വന്നു. വെള്ളം ഊറിന്നാ പറയുന്നത്. കൊതി വന്നിട്ട് വെള്ളം വന്നു. ഉസ്നെ ദാദി സെ ചാട്ട് ഖിലാനെ കോ കഹ. ഈ ഫോട്ടോയിൽ കണ്ടോ? ഇത് റിംചിം ആണെങ്കിൽ ഇത് അവളുടെ ദാദിയാണ്. ദാദി എന്ന് പറഞ്ഞ ആരാണ്? ഫാദേഴ്സ് മദർ. അതായത് വല്യമ്മ തന്നെയാണ്. അപ്പന്റെ അമ്മ, അതായത് അച്ഛന്റെ അമ്മ എന്ന് പറയും. ഫാദേഴ്സ് മദർ ആണ് ദാദി. അമ്മമ്മയോട് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛമ്മയോട് പറഞ്ഞു, എനിക്കിപ്പം ചാട്ട് വാങ്ങിത്തരണം. ദാദീനെ സമച്ചായ. ദാദി പറഞ്ഞു, പ്യാരി റിംചിം എന്താണ്? ഓ മൈ ഡിയർ റിംചിം. അതായത് നമ്മള് സ്നേഹത്തോട് പറയില്ലേ, എന്റെ മോളെ അത് കഴിക്കരുത്, അത് വേണ്ട നമുക്ക്. ഞാന്ന് പറഞ്ഞാൽ നെഹി എന്നുള്ള അർത്ഥമാണ്. ചാട്ട് കബീന തും ഖാന. എന്താണ്? അത് കഴിക്കരുത്. ഇസ് പർ ബൈഠി തി മക്കി. മക്കി എന്ന് പറഞ്ഞ എന്താണ്? ഹൗസ് ഫ്ലൈ, ഈച്ചയാണ്. ഇതിന്റെ മുകളില് ഇസ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ, ബൈഠി തി അതിന്റെ മുകളിൽ ഈച്ച ഇരിക്കുന്നുണ്ട്. ഗന്ധി ചാട്ട് ഹെ, അത് മലിനമായ, അതായത് വൃത്തികെട്ട ചാട്ടാണ്. ചീ ചീ ചീ. നമ്മള് വൃത്തികേട് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? ചീ ചീച്ചി എന്ന് പറയല്ലേ? കൊള്ളത്തില്ല എന്നുള്ളതാണ് ചീ ചീ എന്നുള്ളത്. റിംചിം നെഹി മാനി. നമ്മളെ പോലെയുള്ള കുട്ടിയൊന്നും അല്ല റിംചിം. റിംചിം അനുസരിച്ചില്ല. അവൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ല. അവള് പിന്നെയും ബഹളം വെക്കും, എനിക്കത് വേണം, എനിക്കത് വേണമെന്ന്. വഹ് അമ്മാക്കെ പാസ് ഗൈ. അവൾ അമ്മയുടെ അടുത്തോട്ട് പോയി. ഉസ്നെ അമ്മാസെ ചാട്ട് ഖിലാനേക്ക് ജിന്ദഗി. എന്താണ്? അവിടെ അമ്മയുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ്? എനിക്കിപ്പൊ അത് വേണം, എനിക്കിപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തുള്ളിച്ചാടിക്കൊണ്ട് നിന്നു. എനിക്കിപ്പൊ അത് കിട്ടിയേ തീരുന്നും പറഞ്ഞിട്ട് അവിടുന്ന് തുള്ളിക്കൊണ്ട് നിന്നു. അമ്മാനെ സമച്ചായ. അമ്മ എന്നിട്ട് റിംചിമിനോട് പറഞ്ഞു, റിംചിമിന് മനസ്സിലാക്കി കൊടുക്കുവാണ്. എന്താണ്? പ്യാരി റിംചിം, അല്ലയോ റിംചിം, ഞാ. അവിടെ അമ്മ എന്താ പറയുന്നത്? അത് വേണ്ട, അത് വേണ്ട എന്നാണ് പറയുന്നത്. ചാട്ട് ഹേ ഗന്ധി മത്ത് ഖാന. ചാട്ട് കഴിക്കുന്നത് മോശമാണ്. അഗർ ചാട്ട് യഹ് ഖാവോഗി സോ ബീമാർ പടി ചാവോഗി. ഇവിടെ ഈ ചാട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും അസുഖമായിരിക്കും, അസുഖം വരും. എന്താ കാരണം എന്ന് കേട്ടോ നിങ്ങള്? റിംചിമിനെ സോച്ച. റിംചിം എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും അച്ഛമ്മയും അമ്മയും ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? ലിസൺ. ക്യോ ഞാൻ ബാഹർ ജാകർ ദേഖൂം കി ക്യാ ചാട്ട് സച്ചുമുച്ച് ഗന്ധി ഹെ. എന്താണ്? പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ചാട്ട് മലിനമായതാണെന്ന് പറഞ്ഞത്, വൃത്തികെട്ടതാണ്, നല്ലതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. റിംചിം ഘർക്കെ ബാഹർ പഹൂഞ്ചി. റിംചിം വീടിന്റെ പുറത്തോട്ട് വന്നു. എന്നിട്ടോ ഉസ്നെ ദേഖ. എന്നിട്ട് അവള് നോക്കി. എവിടെയാണ്? ചാട്ട് ബിനാ ടക്കി പടി ഹെ. അവിടെ ആ ചാട്ട് വിൽക്കുന്ന അയാളെ കണ്ടോ? വിൽപ്പനക്കാരനെ കണ്ടോ? അവിടെ കുറെ മക്കിയുണ്ട്. എന്താണ്? ഈച്ചകള്. അപ്പൊ അവള് നോക്കി. അവള് നോക്കിയിട്ട് എന്താണ്? അവിടെ ഫുഡൊക്കെ ടക്കി പടി ഹെ, തുറന്നു വെച്ചിരിക്കുകയാണ്. ജിസ് പർ മക്കിയാം ബിനാ ബിനാ രഹീം ഹെ. അതിന്റെ മുകളില് മക്കിയാം, എന്താണ്? ഈച്ചകള്. ഈച്ചകൾ ഇങ്ങനെ ഫ്ലൈ പറന്നുകൊണ്ടിരിക്കുകയാണ്. റിംചിമിനെ മക്കീസെ പൂച്ച. റിംചിം എന്നിട്ട് പൂച്ചയോടൊന്നല്ല, റിംചിം എന്നിട്ട് ഈച്ചയോട് പറയുവാണ്, മക്കി മക്കി യഹ് ബതലാവോ ചാട്ട് കോ ഗന്ധ കാർത്തി ക്യോ.
ഈച്ചയോട് ചോദിക്കുകയാണ് എന്താണ് ഈ ചാട്ട് എന്താണ് ഇങ്ങനെ വൃത്തികേടാക്കുന്നത്? पंख तुम्हारे हैं जब गंदे चाट पर जाकर बैठी क्यों? നീ എന്തിനാണ് ഈ ചാട്ടിന്റെ മുകളിൽ വന്നിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ? എന്നിട്ട് എന്തിനാണ് ഇത് വൃത്തികേടാക്കുന്നത്? സോറി മക്കി ബോലി. അപ്പൊ ഈച്ച പറഞ്ഞു മുച്ചേന സിഖാവോ, നീ എന്നെ പഠിപ്പിക്കണ്ട. എന്താണ്? നീ എന്നെ പഠിപ്പിക്കണ്ട. മേ കർത്തി ഹൂ അപ്പനാക്കാം, ഞാൻ എന്റെ ജോലി ചെയ്യുവാണ് അല്ലേ? ഞാൻ എന്റെ ജോലി എന്താണ്? ഈച്ചയുടെ ജോലി എന്താണ്? ഈച്ച പറന്നു പോയിട്ട് അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഡേർട്ടി ഫുഡ്, അതായത് നല്ല ഭക്ഷണത്തിൽ വന്നിരിക്കും, മോശമായ സ്ഥലത്ത് പോയിരിക്കും അല്ലെ? ഞാൻ എന്റെ ജോലി ചെയ്യാണ്. തുംതോ ചാട്ട് മജേസേ ഖാവോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാട്ട് കഴിച്ചോ. എന്താണ്? ദേക്കർ ചാട്ടുക പൂരാതാം, അത് ചാട്ടിന്റെ പൈസ കൊടുത്ത് നിങ്ങൾ ചാട്ട് വാങ്ങി കഴിച്ചോ, അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, വേണമെങ്കിൽ കഴിച്ചോ എന്നാണ് മക്കി പറഞ്ഞത്. നെക്സ്റ്റ് പേജ് നമ്പർ 41 നോക്കിയേ. മക്കി की बात सुनकर रिमझिम की आंखें खुल गई. ഈ മക്കിയുടെ കാര്യം, അതായത് സംസാരം കേട്ടിട്ട് റിംചിമിന്റെ കണ്ണ് തുറന്നു എന്നാ പറയുന്നത്. ആങ്കെ ഖുൽ ഗൈ എന്ന് പറഞ്ഞാല് കണ്ണ് തുറക്കുക എന്നാണ്. അത് പറയുന്ന കേട്ടിട്ട് കണ്ണ് തള്ളിപ്പോയി എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ കണ്ണ് തുറന്നു. വഹ് സമച്ച് ഗൈ കി, അവൾക്ക് മനസ്സിലായി എന്താണ്? സച്ചുമുച്ച് ബാഹർ കാ ഖാന സാഫ് സഫായി സെ നഹീ ബൻതാ. എന്താണ്? പുറത്തുനിന്ന് ഫുഡ്, അതായത് ശരിക്കും പാകം ചെയ്യാത്ത ഫുഡായിരിക്കും, അതുപോലെ ഈച്ചകൾ വന്നിരിക്കുന്ന ഫുഡായിരിക്കും, തുറന്നു വെച്ചിരിക്കുന്ന ഫുഡായിരിക്കും, അതില് ഈച്ചകളെന്നല്ല സകല പ്രാണികളും വന്നിരിക്കുന്ന ഫുഡായിരിക്കും. അപ്പോ അത് കഴിച്ചാല് എവിടെയുണ്ട്? ദൂഷിത ഖാനാസേ ബീമാർ പടി സക്തി ഹെ. ദൂഷിത ഖാന പറഞ്ഞ എന്താണ്? ദൂഷിച്ച ഫുഡ്, മോശമായ ഫുഡ് കഴിച്ചാല്, ഭക്ഷണങ്ങൾ കഴിച്ചാല് നമുക്ക് എപ്പോഴും അസുഖം വരും, നമ്മൾ രോഗിയായി തീരുന്ന പറയുന്നത്. വഹ് തുരന്ത് കർ കെ അന്തറായി. എന്താണ്? അവള് ഉടനെ വീട്ടിന്റെ അകത്തോട്ട് പോയി. അന്തർ എന്ന് പറഞ്ഞാല് ഇൻസൈഡ്, അകത്തോട്ട് പോയി. ഉസ്നെ ദാദി അവർ മമ്മീസെ വാദ കിയ. എന്റെ അമ്മയ്ക്കും ദാദി അച്ഛമ്മയ്ക്കും എന്താണ് അവള് ഉറപ്പ് കൊടുത്തു, എന്താണ്? വാഗ്ദാനം ചെയ്തു. എന്താണ് അമ്മയോട്? പ്യാരി അമ്മ, പ്യാരി ദാദി, എന്താണ്? പ്യാരി റിംചിൻ എന്ന് പറഞ്ഞില്ല, എന്താണ്? എന്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മമ്മേ, അപ്പനെ ജോ സിഖിലായ ഹേ. അപ്പൊ അവര് പറഞ്ഞത് ഇപ്പം റിംചിമിന് മനസ്സിലായി. എന്താണ്? സ്വസ്ഥ രഹൂങ്കി ബാത്ത് മാൻകർ യഹി സമജ് മേ ആയാ ഹേ. സ്വസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്തി. അപ്പം അവര് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവൾക്ക് അസുഖം വരാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവളോട് പറഞ്ഞത്. അത് കഴിക്കുന്നത് മോശമാണെന്നല്ലേ? മേം ഖാവൂങ്കി കർക്കാ ഖാന. അപ്പൊ റിംചിം പറയാണ്, അമ്മയോട് പറയാണ്, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ. ഇനി ദൂത് പിയൂങ്കി, പാല് കുടിക്കും. അതുപോലെ സുബഹ് ഔർ ശാം. സുബഹ് മീൻസ് മോർണിംഗ്, ശാം ഈവനിങ്, രാവിലെയും വൈകുന്നേരവും ഞാൻ പാല് കുടിക്കും. അപ്പൊ ഇത്രയും നാള് റിംചിം വീട്ടിലുണ്ടാക്കുന്ന പാല് കുടിക്കില്ല, അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കില്ല, എല്ലാം പുറത്തുനിന്നുള്ള ഫുഡാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ പറയാണ് खूब खेलूंगी, सैर करूंगी, बीमार का फिर क्या काम. എന്താണ്? എന്താ കുര്യൻ? അപ്പൊ അവള് പറയാണ്, ഞാനിപ്പൊ ഇനി വീട്ടിലുണ്ടാക്കുന്ന ഫുഡേ കഴിക്കുള്ളൂ, ഞാൻ പാല് കുടിക്കും, പിന്നെ അതുപോലെ ഉല്ലാസയാത്രയ്ക്ക് പോകും, എന്നാലും ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ്, അതായത് വൃത്തികെട്ട ഫുഡൊന്നും ഞാൻ കഴിക്കില്ല, കളിക്കാൻ പോകും എന്നൊക്കെയാ പറയുന്നത്. കൂട്ടുകാരൊത്ത് കളിക്കും. അപ്പൊ ഇവള് വാശി പിടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു, മോശം കുട്ടിയായിട്ട്. ഇപ്പം അമ്മ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? നല്ലൊരു മെസ്സേജ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് കിട്ടുന്നത് അല്ലേ? ചോദിക്കട്ടെ, ഈ മെസ്സേജ് മനസ്സിലായത്?
അനഘ എന്താണ് അനഘയ്ക്ക് ഈ പാഠഭാഗത്ത് നിന്ന് കിട്ടിയ മെസ്സേജ്? അനഘ റേഞ്ച് പ്രശ്നമുണ്ടല്ലേ നമ്മള്? ഓക്കെ, അനിഹ വീട്ടിലുള്ള ഭക്ഷണം മാത്രമേ കഴിച്ചൂടൂ, പുറത്തുള്ള ഭക്ഷണം കഴിച്ചൂടാ. പുറത്തുള്ള ഭക്ഷണം കഴിച്ചൂടാന്നല്ല, വൃത്തിഹീനമായ സ്ഥലത്തുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പാടില്ല. അതുപോലെ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥലത്തുള്ള ഫുഡൊന്നും നമ്മള് കഴിക്കാൻ പാടില്ല. എത്ര കാണാൻ ഭംഗിയുള്ളതായാലും രുചിയുള്ളതായാലും തുറന്നു വെച്ചിരിക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കരുത്. അതാണ് ഇവിടെ. മനസ്സിലായോ? ഓക്കെ. ഇനി വാശി പിടിക്കോ? അമ്മ അത് മോശാണെന്ന് പറഞ്ഞ അത് വാങ്ങി കിട്ടിയാലേ വരൂന്ന് വാശി പിടിക്കോ? ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ മെസ്സേജ് അതാണ്. റിംചിമിനെ പോലെ ആവണം എന്നാ പറയുന്നത് അല്ലെ? ലാസ്റ്റ് റിംചിമിനെ മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇവിടെ ആ പാഠഭാഗത്ത് ഇതേ ഉള്ളൂ. നിങ്ങളുടെ ടൈം ഉള്ളപ്പോ അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പം റെഗുലർ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് ടൈമിൽ നമുക്ക് വായിപ്പിക്കാം. ഇപ്പൊ ഇന്ന് പറ്റില്ലല്ലോ ഇവിടെ. ഇവിടെ നോക്കിയ പേജ് നമ്പർ 42. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. പേജ് നമ്പർ 42-ല് ഇവിടെ ഇപ്പം ഭയങ്കര മഴ, രാവിലെ തൊട്ട് മഴയായിരുന്നു. എന്നിട്ട് പിന്നെ മിസ് ഇങ്ങനെ അലറിട്ട് എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിന്റെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിങ്ങനെ അലറുക, നിങ്ങൾക്ക് കേൾക്കുന്നില്ലയോന്ന് കരുതിയിട്ട്. നല്ല വേദനയാ തൊണ്ടയ്ക്ക് ഇപ്പൊ, ഭയങ്കര സൗണ്ടാ മഴയുടെ. ഒന്ന് വായിച്ചു തരാം. ശബ്ദാർത്ഥ് പേജ് നമ്പർ 42-ൽ ഈ ശബ്ദാർത്ഥം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. അവിടെ സൈഡിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ഹോംവർക്ക് ഒന്ന് മാർക്ക് ചെയ്താൽ ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ മതി കേട്ടോ. നല്ല തൊണ്ടവേദന എടുക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, സമാനാർത്ഥി ശബ്ദ്. അത് നിങ്ങൾ എഴുതണം. എന്താണ്? ഒരേ അർത്ഥം വരുന്ന വാക്ക്. ഖാന എന്ന് പറഞ്ഞാൽ ഫുഡാണ്, ഭോജൻ എന്ന് പറഞ്ഞാൽ ഫുഡാണ്. കാം കാര്യ, ദാം മൂല്യ, ഹർ ഗൃഹ്, അമ്മ മാം പാനി ജൽ. ഇതിന്റെ എല്ലാം മീനിങ് അറിയില്ലേ? ദാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ആണ് കേട്ടോ. മൂല്യം എന്ന് പറഞ്ഞാലും വില, വില എന്നുള്ള ഉദ്ദേശമാണത്. മുഹാവര എന്നുള്ളത്, മുഹാവര കണ്ടോ അവിടെ? എന്താണ്? വാക്യത്തിൽ പ്രയോഗിക്കാൻ കേട്ടിട്ടുണ്ടോ? അതാണ് മൂഹ് മേ പാനി ആന, ലൽച്ച ജാന, ആങ്കെ ഖുൽന, സമജ് മേ ആന. ഇവിടെ കൊടുത്തിരിക്കുന്ന ശ്രുതിലേഖില് ഈ വേർഡ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിറ്റേഷൻ ഇടുന്നതായിരിക്കും. ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നോട്ട്സ് തരാം. പേജ് നമ്പർ 43 നോക്കിയാൽ നിങ്ങള്. പേജ് നമ്പർ 43. കിസ്നെ കിസ്സെ കഹാന്ന് കണ്ടോ? ഹു സെഡ് ടു ഹൂം, പ്യാരി റിംചിം നാ നാ നാ, ചാട്ട് കബീന തും ഖാന. ആരാണ് ആരോടാണ് പറഞ്ഞത്? പാഠഭാഗത്തില്ലേ? ഇവിടെ പ്യാരി, പേജ് നമ്പർ 39-ല് പ്യാരി റിംചിം നാ നാ നാ, ചാട്ട് കബീന തും ഖാന. അവിടെ കിസ്നെ കഹാ എന്നുള്ളിടത്ത്
ആരാണ് പറഞ്ഞത്? ദാദിയാ പറഞ്ഞത് അല്ലേ? ദാദി പറഞ്ഞു. ആരോടാ പറഞ്ഞത്? കിസ്സെ കഹ എന്നുള്ളടുത്ത് റിംചിമിനോടാണ് പറഞ്ഞത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. എഴുതേണ്ടത് മക്കി മക്കി യഹ് മത്ലാവോ ചാട്ടുകോ ഗന്ധാ കർത്തിക്കോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് ഭയങ്കര തൊണ്ടവേദന എടുത്തിട്ട് തൊണ്ട തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. മിസ് ഈ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഡിറ്റേഷൻ ഇടുവോ? ഡിക്റ്റേഷൻ വേർഡ്സ് ഒള്ളി. ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. നിങ്ങൾ അത് അതുപോലെ പകർത്തി എഴുതുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ആഴ്ച ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്നാലും ഞാൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടോ ഞാനത് അതിന്റെ മീനിങ് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് നമുക്ക് ഹോളിഡേ ആണ്. വേറെ എന്താണ്? ഫാത്തിമ മെഹറിൻ, വേർ ഈസ് ഫാത്തിമ മെഹറിൻ? ഫാത്തിമ മെഹറിൻ സുഖാണോ ചോദിക്കുന്നുണ്ട്. നമ്മളോടാണോ? എവിടെ ഫാത്തിമ? ക്ലാസ് ടൈമില് സുഖാണോന്നാ? അവളോടൊന്ന് സംസാരിക്കട്ടെ. അൺമ്യൂട്ട് ചെയ്ത്. സുഖാണ് മോളെ? നിനക്ക് സുഖാണോ? ഓക്കെ ആയില്ലേ? ക്ലാസ് എടുക്കുന്നതിനിടയിൽ നിങ്ങള് വാട്സപ്പില് മെസ്സേജ് അയക്കാൻ പാടില്ല കേട്ടോ. നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മാർക്കൊക്കെ കണ്ടു. തീരെ കുറഞ്ഞു പോയവരുണ്ട്. അക്ഷരദീപം കംപ്ലീറ്റ് ആക്കാത്തവരുണ്ട്. അപ്പൊ നെക്സ്റ്റ് എക്സാം വരുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. അക്ഷരദീപം കംപ്ലീറ്റ് അല്ലെങ്കിൽ അല്ലാതെ 40 ഔട്ട് ഓഫ് 40 ഉണ്ടെങ്കിലും അക്ഷരദീപം കംപ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയും. അപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊക്കെ നമുക്കറിയാം. ഹോംവർക്ക് ചെയ്യുന്നതിന്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്, നല്ല ഹാൻഡ് റൈറ്റിങ്ങിന്, ഇതൊക്കെയാണ് നമ്മുടെ 10 മാർക്കിൽ ഉൾപ്പെടുന്നത്. വേറെ ഇന്നത്തെ പാഠഭാഗത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. All of you close your all books. നല്ലൊരു പാട്ട് പാടിത്തരുന്ന ആരാണ്? ആൻഷിയാണോ? ഞാൻ കണ്ടു തമ്പ് താഴോട്ടാ കാണിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതെന്താ ഇന്നൊരു പാട്ട് പാടാൻ ആർക്കും ഉഷാറില്ലാത്തത്? അനീഹ എന്താ പറയുന്നേ? സ്റ്റോറി ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചു നേരം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. മിസ്സിന്റെ വീഡിയോ ഓഫ് ആണെന്ന് ആൻസർ. എന്നെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഞാൻ വീഡിയോ ഓൺ ആണ്. ആൻസൺ എവിടെ? ആൻസൺ എന്നെ കാണാൻ പറ്റുന്നില്ല നിനക്ക്? എല്ലാവർക്കും കാണുന്നുണ്ടടാ.
ആരുമില്ല. അദ്വൈതേ, അദ്വൈത് നല്ല പാട്ടുകാരനായിരുന്നു. തേർഡ് ക്ലാസ്സിലായതുകൊണ്ടാണോ? എനിക്ക് ഇന്ന് ഒട്ടും പാടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ റൈംസ് ഒക്കെ പാടി തന്നെ തേർഡ് ക്ലാസ്സിൽ. UKG റൈംസ് ഒക്കെ പാടി തന്നെ. പാടിക്കോ അദ്വൈതേ. എന്റെ തൊണ്ടവേദനയാ. അത് ശരി. ജുവൽ മരിയ അല്ലെ മാളവിക? ആരുമില്ല. ഷിഫാനയോ? ഷിഫാന നല്ല പാട്ടുകാരിയായിരുന്നു. നമ്മുടെ പുളിങ്ങ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഇപ്പൊ നല്ലപോലെ പാട്ട് പാടും ഷിഫാന. പാടുന്നില്ലേ? മുഹമ്മദ് ജി ആണോ അടുത്തത്? അയ്യോ, എന്റെ അമ്മച്ചീന്ന്. കൗശികേ, അല്ല നിങ്ങൾ റെഡിയാണെന്ന് പറ. ഡൊമിനിക്ക് റേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. Bless me, God, to you I pray. Keep me happy night and day. Bless my mother and my father and bless my family and my friends. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്. എന്നാ പിന്നെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കാം. എല്ലാരും പാഠഭാഗം വായിച്ചിട്ട് വരിക. All of you read the new chapter and write ശബ്ദാർത്ഥ്. ഹിബ ഫാത്തിമ കോലുമിഠായി വേണോ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ എല്ലാരും വാങ്ങിക്കോ. അവിടെ ആദ്യം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതാ എനിക്ക് തൊണ്ടവേദന എടുക്കുന്നതെന്ന് തോന്നുന്നു. നാളെ ക്ലാസ്സിൽ വരണം കേട്ടോ. എല്ലാവരുടെ കൊതി കിട്ടിയിട്ട് എനിക്ക് ക്ലാസ്സിൽ വരാതിരിക്കല്ലേ. ഓക്കെ, ബൈ ബൈ. See you.